ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറി തോട്ടം അല്ലെങ്കിൽ ഒരു പൂച്ചെടികൾ പോലും ഇല്ലാത്ത വീട് എവിടെ ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ചോറ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ചോറും അതിൻ്റെ കൂടെ ഞാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കുകയാണ് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് എല്ലാവരും നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പച്ചക്കറി തോട്ടത്തിൽ മാത്രമല്ല, അപ്പം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന റോസ് ആണെങ്കിലും ബൊഗെയിൻവില്ല ആണെങ്കിലും എന്തിനാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ അത്. അപ്പോൾ ഇലകളൊക്കെ നല്ലോണം പച്ച കളറിലാവാനും അതുപോലെ തന്നെ റൂട്ട് നല്ല ഹെൽത്തി ആവാനും അതിൻ്റെ സ്റ്റെമ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഫെർട്ടിലൈസർ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീറോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല നല്ലോണം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ടും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഞങ്ങളുടെ മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലമായി വെച്ചാൽ നമുക്ക് കൂടുതലും ചെടികൾക്ക് ഈ ഫംഗലായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലും വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതൊരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് അതുപോലെ നല്ലോണം ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളാണെങ്കിലും അതുപോലെ പൂക്കളാണെങ്കിലും എല്ലാം നമുക്ക് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും ബാക്കിയാവുന്ന ഒന്നാണല്ലേ നമുക്ക് ചോറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചോറ് കൊണ്ട് ഒന്നും ചെയ്യാനും തോന്നില്ല, എന്നാൽ കളയാനും മനസ്സ് വരാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് കൂടുതലായിട്ട് നമുക്ക് ചെടികൾക്ക് ഏറ്റവും നല്ലത്, കാരണം നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല അതിൽ നൈട്രജനും അതുപോലെ വിറ്റാമിൻ ബി ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് തരം ചെടികൾക്കാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും, നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നൈട്രജൻ സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇലകളൊക്കെ നല്ല പച്ച കളറായിരിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സിയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുമാത്രമല്ല നമുക്കിത് നമ്മുടെ സോയിലിൻ്റെ സ്ട്രക്ചർ തന്നെ നല്ലോണം ഇമ്പ്രൂവ് ആവാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ മണ്ണ് നല്ലോണം ലൂസ് ആവാനും റൂട്ട് ഈസി ആയിട്ട് വളരാനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, നമ്മൾ വെറുതെ കളയുന്ന ചോറാണ് വേണ്ടത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയുടെ തോടാണ്. ഇപ്പം മുട്ടയുടെ തോട് വെച്ചിട്ടാണ് നമ്മൾ ഇതൊരു ഫെർട്ടിലൈസർ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്ന് കിട്ടുന്നത് നമുക്ക് 90% നമുക്കിതിൽ കിട്ടുന്നത് കാൽസ്യമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൽ മഗ്നീഷ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മിനറൽസാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സാധിക്കുള്ളൂ കേട്ടോ. നമുക്കിത് നല്ല റൂട്ട് നല്ലോണം സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ ഇലയും തണ്ടും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരാനും അതുപോലെ പൂക്കളൊക്കെ കൊഴിയാതിരിക്കാനും നല്ലോണം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പൂവും ഫ്രൂട്ടൊക്കെ കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മുട്ടത്തോട് എടുത്ത് വയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം എടുക്കാൻ. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യണേ നമുക്ക് കുറേ കാലം ഇങ്ങനെ എടുത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ഇല്ല വെച്ചാൽ നമ്മൾ ഇത് മാത്രം മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ വേറൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാനൊരു ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ചോറും മുട്ടത്തോടും കൂടെ വെച്ച് അടിക്കാം. നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലെ അരിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഏകദേശം നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിൽ നിന്ന് ഒരു 15 പാത്രം വെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരിക്കലും നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് ഒരിക്കലും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അരിക്കണ സമയത്ത് ഇതുപോലെ കട്ടിയായിട്ട് അരിക്കണം. അതിന് ശേഷം നമുക്കിതുപോലെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് ഏത് പാത്രത്തിലാണോ നമ്മൾ അളവെടുത്തത് അതേ പാത്രത്തിൽ തന്നെ ഒരു 15 പാത്രം വെള്ളം നമ്മൾ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ 15 പാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാനുണ്ട്.
പിന്നെ നമ്മൾ ഇതിലോട്ട് ഞാൻ വേറൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെടികളിൽ നമ്മൾ മുട്ടത്തോട് ഇടുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ അത്. നമ്മൾ മുട്ടത്തോട് എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കാൽസ്യം നമുക്ക് ചെടികൾക്ക് അബ്സോർവ് ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മുട്ടത്തോടിൽ അല്പം സുറുക്കിയും അതുപോലെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വെക്കണം അതിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ചെടികൾക്ക് നല്ലതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ചയായതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ടൈം എടുത്ത് വയ്ക്കുമ്പോൾ അതിലൊരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. 5 to 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചോറും മുട്ടയുടെ തോടും കൂടെ അടിച്ചിട്ട് വെക്കുകയാണെങ്കിലും ഏറ്റവും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക് ചെടികൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിതിലോട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ന്യൂട്രിയൻസ് കൂടുതലായിട്ട് നമുക്ക് ഈസി ആയിട്ട് അതിൽ അബ്സോർവ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ചെടികൾക്ക് വേണമെങ്കിൽ നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഫെർട്ടിലൈസർ നമുക്ക് മണ്ണിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ക്വാളിറ്റി നല്ലോണം കൂട്ടാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ നമുക്ക് ന്യൂട്രിയൻസ് ചെടികൾക്ക് വേഗം കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ ചെടികളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഇപ്പോൾ കുറേ പച്ചക്കറി ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസം ഇടവിട്ടിട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അതുപോലെ പച്ചമുളകൊക്കെ നല്ലോണം വളരാനും പൂക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ്. പച്ചമുളക്, തക്കാളി, ചീര അതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കാൽസ്യം ചെടികൾക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും. നല്ലോണം ഗ്രോത്തിനൊക്കെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. തക്കാളിയൊക്കെ ഇതുപോലെ നല്ലോണം വലുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് പയറൊക്കെയാണ്. പയറിന് നമുക്കിതുപോലെ കാൽസ്യം മെയിനായിട്ട് വേണം. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യത്തോടുള്ള പയറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ കുറച്ച് തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലോണം ഒരു ഗ്രോത്ത് വരുമ്പോഴായിരിക്കും നമുക്ക് നല്ലോണം നമുക്ക് അതിൽ നിന്ന് പയർ കിട്ടാൻ തുടങ്ങാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ പയർ ചെടിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ നല്ല നീളത്തിലുള്ള നല്ല വള്ളിപ്പയറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ പറയാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതെനിക്ക് ഈ ചെടിയിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ പയറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പയറുകളൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ഹെൽത്തി ആയിട്ട് പയർ വരാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇത് ഞാൻ ഏകദേശം ഒരു 10-15 ദിവസത്തിൻ്റെ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജൈവസെറിയും നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലിലൊക്കെ ഒന്ന് കയറി നോക്കുക കേട്ടോ. നമുക്ക് ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ വളർത്താൻ പറ്റിയ നല്ല ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ തന്നെ തുടങ്ങുകയാണ് വെച്ചാൽ നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അത്യാവശ്യം കുറേ പച്ചക്കറികളൊക്കെ ഒന്ന് വെച്ച് തുടങ്ങുക. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവരാണ് വെച്ചാൽ എൻ്റെ ചാനലിൽ കയറി നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് ചെടി ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ആരും ബാക്കി വരുന്ന ചോറൊന്നും കളയാൻ നിൽക്കേണ്ട. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ വെച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പൈസ ചിലവോ അതുപോലെ നമ്മൾ ഒരുപാട് ടൈം എടുക്കുക അങ്ങനെ ഒരു പണിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചോറ് ബാക്കിയാവുമ്പോൾ ഇതുപോലെ മിക്സിയിൽ നമുക്ക് മുട്ടത്തോടും കൂടി ഇട്ടിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.